ഇപ്പോഴൊക്കെ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ഉപയോഗിച്ചാണ് അല്ലേ. നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയൊക്കെ സമയത്ത് നല്ല ഒന്നാന്തരം തെങ്ങിൻ കള്ള അല്ലെങ്കിൽ പനങ്കൾ ഉപയോഗിച്ചാണ് പാലപ്പം, വെള്ളയപ്പം, അതുപോലെ വട്ടയപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിരുന്ന വിഭവത്തിൻ്റെ സ്വാദും മണവും ഒക്കെ അതനുഭവിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എനിക്ക് എൻ്റെ ചെറുപ്പകാലം എല്ലാം ഓർമ്മയുണ്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഗ്രാൻഡ് പേരൻസ് വല്യമ്മച്ചിമാരൊക്കെ അവരൊക്കെ കിച്ചണിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന മണവും അതായത് ഒറിജിനൽ കള്ള് വെച്ചുണ്ടാക്കുന്ന പാലപ്പവും വെള്ളയപ്പം, അതിൻ്റെ കൂടെ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ചേർത്ത് വല്യമ്മച്ചി വിളമ്പി തന്നിട്ടുണ്ട്. വെക്കേഷനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. ആ സമയത്തെ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ഐ എം സീന, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു തേങ്ങാവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് പൊടിയും അതും ഇതൊക്കെ ഉണ്ട്, ചകിരി ചോറൊക്കെ കാണുമല്ലോ. അതൊന്ന് നമ്മൾക്ക് നല്ലതുപോലെ നരിച്ചെടുക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തും എന്നോട് കൂട്ടുകൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. എനിക്ക് ഇച്ചിരി പനിയൊക്കെ പിടിച്ചിരിക്കുവാണേ, ശബ്ദമൊക്കെ തീരെ ബോറായിട്ടുണ്ട്. അതുപോലെ തെങ്ങ് ഒന്നുമില്ലാത്ത നാട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടി, അതുപോലെ തന്നെ തേങ്ങ കിട്ടാത്ത നാട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടി, അതായത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ തേങ്ങാവെള്ളം, റെഡിമെയ്ഡ് തേങ്ങാവെള്ളം പേപ്പർ പാക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. തേങ്ങാവെള്ളവും പഞ്ചസാരയും ഉപയോഗിച്ച് ഈസ്റ്റും ചേർത്ത് വീട്ടിൽ ഫെർമെൻറ്റേഷൻ നടത്തി ടോഡി പോലുള്ള ഒരു പാനീയം, അതായത് കള്ള്, നമ്മുടെ നാടൻ കള്ള് പാനീയം ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒരു കപ്പ് തേങ്ങാവെള്ളത്തിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. തേങ്ങാവെള്ളം വൃത്തിയായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് വേണം ഒഴിച്ച് വെക്കേണ്ടത്. നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം. ഉണങ്ങി വെള്ളമയം പാടില്ല, അത് നല്ലതുപോലെ ഉണങ്ങിയിരിക്കണം. അതിൽ പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. പാത്രം പൂർണ്ണമായും മൂടാതെ അതുപോലെ അല്പം വായു കടക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് വെക്കേണ്ടത്. ഇത് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു സെറാമിക് ഭരണിയിലേക്കാണ് ഒഴിച്ചു വെക്കുന്നത്. പ്ലാസ്റ്റിക് പാത്രങ്ങളോ ബോട്ടിൽസോ ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ ഒന്നുകിൽ കൽഭരണി അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെറാമിക് ഭരണിയോ ഇല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് ബോട്ടിൽസിൽ വേണം ഒഴിച്ചു വെക്കേണ്ടത്. ഇത് 1 കപ്പേ ഉള്ളത് കൊണ്ട് ഞാൻ ചെറിയൊരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഇതത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം പൂർണ്ണമായി മൂടാതെ അല്പം വായു കടക്കുന്ന വിധത്തിൽ വേണം അടയ്ക്കേണ്ടത്. അതായത് നമുക്ക് എയർ സർക്കുലേഷൻ ഇതിനകത്തുണ്ടായിരിക്കണം. കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഒരു 24 തൊട്ട് 48 മണിക്കൂർ വരെ സാധാരണ നമുക്കിത് വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൈസസ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം കേട്ടോ, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക അതൊക്കെ. അപ്പോൾ ഞാനിത് 24 ഹവേഴ്സാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കിനും അത് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടില്ലേ, ആ അടപ്പിലും പുറത്തും എല്ലാം അതിൻ്റെ പത വന്നിട്ടുണ്ട്, പൊളിച്ച് പൊങ്ങിയതാണ്. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ചെറിയ ബബിൾസ് നമുക്ക് കാണാം. ഇത് വെച്ച് കഴിയുമ്പോഴേ കുറച്ച് സമയം കഴിയുമ്പോൾ ബബിൾസ്, പൊളിച്ച മണവും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇത് 1 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. വട്ടയപ്പം, പാലപ്പം, വെള്ളയപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് എൻ്റെ വെബ്സൈറ്റിലുണ്ട്. seenasfoodbasket.com എന്ന വെബ്സൈറ്റിൽ. ഞാൻ അതിൻ്റെ ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യക്കാർ അത് കയറി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Bye bye.